ഈ കാശ് ഒരു സംശയം തോന്നാത്ത രീതിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് കൊടുക്കണം. ഓക്കെ സർ. എന്നാ ഇറങ്ങിക്കോ. ധൈര്യമായി പോ. എന്നാ ഡ്യൂട്ടി തുടങ്ങിക്കോ. നിങ്ങളെല്ലാവരും ഒരുമിച്ച് പോകാതെ സെപ്പറേറ്റ് ആയി വേണം പോവാൻ. ഓക്കെ സർ. ഓഫീസ് വിസിറ്റ് ചെയ്യുന്ന സാധാരണക്കാരെ പോലെ. ഓക്കെ സർ. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ടേബിളിനടുത്ത് ഞാനുണ്ടാവും. അയാൾ കാശ് വാങ്ങിയാലുടൻ നമ്മൾ അയാൾക്ക് ചുറ്റും അസംബിൾ ആവണം. ഓക്കെ സർ. ആകാശ് സാറേ, നമസ്കാരം. ആദ്യം ഞാൻ പോകാം. പിന്നാലെയായി ക്ലയൻസിനെ പോലെ വേണം നിങ്ങൾ വരാൻ. ഓക്കെ സർ. മാഡം, ഈ ബില്ലൊന്ന് സൈൻ ചെയ്ത് തരുമോ? വിശദമായി ചെക്ക് ചെയ്തിട്ട് മതി. ആകാശ് സാറേ, കിടങ്ങറയിലെ പുതിയ പ്രോജക്റ്റ് എനിക്ക് തന്നെ തരണം. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ദാസേട്ടാ. ടെൻഡർ വെക്കി. ടെൻഡറിന്റെ ഫോർമാലിറ്റീസിനുള്ള തുക 50,000 കൊണ്ടുവന്നിട്ടുണ്ട്. ശരി. നിങ്ങളാരാ? എന്തിനാ എന്റെ കയ്യെ പിടിക്കുന്നത്? വി ആർ ഫ്രം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ. സർ, എന്താ കാര്യം? എന്താ? എല്ലാവരും അവരവരുടെ സീറ്റിലിരിക്കണം. എന്താ സർ? ആരാ നിങ്ങളൊക്കെ? മാഡം, വി ആർ ഫ്രം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ. അസിസ്റ്റന്റ് എഞ്ചിനീയർ കൈക്കൂലി ചോദിച്ചായിട്ട് ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ട്. ഇല്ല സർ, ഇല്ല സർ. അസിസ്റ്റന്റ് എഞ്ചിനീയർ കൈക്കൂലി ചോദിച്ചെന്നോ? നോ നോ സർ. ആരാ പരാതി തന്നത്? ഇയാളെ പരാതി തന്നത് കോൺട്രാക്ടർ മോഹൻദാസ്. ഞാനൊന്നും അറിഞ്ഞല്ല. സർ, ഇയാളോട് 50,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു. ഇല്ല സർ, ഞാൻ ഇപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കയ്യിലിരിക്കുന്നത് ഞങ്ങൾ മോഹൻദാസിനെ ഏൽപ്പിച്ച കാശാണ്. സർ, ഇത് ഞാൻ കൈക്കൂലിയായിട്ട് വാങ്ങിയതല്ല. സർ, ആകാശ് കൈക്കൂലി വാങ്ങുന്ന ആളല്ല. മോഹൻദാസ് തന്ന പരാതി ഫേക്കാ. ഇത് ഞങ്ങൾ കൊടുത്തുവിട്ട കാശാണ്. അതാണ് ഇയാൾ വാങ്ങിയിരിക്കുന്നത്. അതിപ്പോ പ്രൂവ് ചെയ്യാം. ഒരു മഗ്ഗിൽ കുറച്ച് വെള്ളം കൊണ്ടുവാ. സർ. സർ, സത്യമായിട്ട് ഞാൻ കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല. എനിക്കറിയില്ല സർ. സാറിന്റെ ഫോണിങ് തന്നെ. സർ, ഫോണൊക്കെ എന്തിനാണ്?